നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 4 ചൊവ്വാഴ്ചയാണ്. ആദ്യം ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയിൽ നിന്ന് ആരംഭിക്കുകയാണ്. മാനുഫാക്ചറിംഗ് PMI ഡാറ്റ 14 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഫെബ്രുവരി മാസത്തിൽ പുറത്തു വന്നത്. കൂടാതെ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് സെലൻസ്കിയുമായുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഉക്രൈനുമായുള്ള സൈനിക സഹായം ഡൊണാൾഡ് ട്രംപ് മരവിപ്പിച്ചു. ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റിലേക്ക് വരാം. വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട ഓഹരികളെല്ലാം കുത്തനെ ഇടിയുകയുണ്ടായി. ഇതിൽ നാസ്ഡാക്ക് 500 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്, 2.64% ഇടിഞ്ഞു. S&P 500 1.76%, ഡൗ ജോൺസ് 1.48% ഇടിഞ്ഞു. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയ 25% താരിഫ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇത് തന്നെയാണ് ഇന്നലത്തെ ഇടിവിനുള്ള പ്രധാനപ്പെട്ട കാരണവുമായത്. കൂടാതെ ഇന്നലെ US നിന്നും ISM PMI ഡാറ്റ പുറത്തു വന്നു. 50.9 നിന്ന് 50.3 ആയി കുറഞ്ഞിരിക്കുന്നു. പുതിയ ഓർഡറുകളിൽ കുത്തനെയുള്ള ഇടിവാണ് കാണുന്നത്. പ്രത്യേകിച്ച് താരിഫ് ആശങ്കകൾ തന്നെയാണ് ഇപ്പോഴുള്ള ഈ ഇടിവിന് കാരണമായി പറയുന്നത്. ഇനി ഇന്നലെ ടെക്നോളജി സ്റ്റോക്കുകൾക്കാണ് വലിയ പ്രഹരമേറ്റത്. Nvidia 8.7% US ഇടിയുകയുണ്ടായി. ആമസോൺ 3.4% ഇടിഞ്ഞു. റിയൽ എസ്റ്റേറ്റ്, ഹെൽത്ത് കെയർ, യൂട്ടിലിറ്റീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് സ്വല്പം നേട്ടമുണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് 1.37% ഇടിഞ്ഞു. വിപ്രോ 0.61% ഇടിയുകയുണ്ടായി. ICICI ബാങ്ക് മാത്രമാണ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ HDFC ബാങ്ക് 1.57% ഇടിയുകയുണ്ടായി. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. അവിടെ എയറോസ്പേസ്, ഡിഫൻസ് സ്റ്റോക്കുകൾ 8% നേട്ടമുണ്ടാക്കി. ഇനി നമുക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് വലിയ വൊളറ്റാലിറ്റി കാണുന്ന ക്രിപ്റ്റോ കറൻസിയിലെ ബിറ്റ്കോയിനിൽ ഇന്നലെ 9% ഇടിവാണ് കണ്ടത്. ഇപ്പോൾ $85,000 ട്രേഡ് ചെയ്യുന്നു. താരിഫ് കൺസേണുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഇടിവിന് കാരണമായിരിക്കുന്നത്. ഇനി ഈ താരിഫിന്റെ പ്രശ്നങ്ങൾ കാരണം നേട്ടമുണ്ടാക്കിയത് ഗോൾഡാണ്. ഇന്നലെ 1% നേട്ടം വീണ്ടും ഉണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 63,520 രൂപയാണ്. ഇനി ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയിൽ ക്രൂഡ് ഓയിൽ ഇന്നലെ 1% നേട്ടവും ഉണ്ടാക്കി. വളരെ പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഇന്നത്തെയും വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യത്തെ വാർത്ത, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒഴുക്ക് 3-ാം പാദത്തിൽ 6% കുറഞ്ഞിരിക്കുന്നു. ആഗോള അനിശ്ചിതത്വങ്ങളും ആഭ്യന്തര വെല്ലുവിളികളും കാരണം FDI ഇക്വിറ്റി നിക്ഷേപം 2025 സാമ്പത്തിക വർഷത്തിൽ 6% കുറഞ്ഞ് $10.8 ബില്യൺ ആയി. സിംഗപ്പൂർ, മൗറീഷ്യസ്, US എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പ്രധാന സ്രോതസ്സുകളുള്ള സേവന മേഖലയാണ് ഒഴുക്ക് നയിച്ചത്. ഇനി ത്രൈമാസിക ഇടിവുണ്ടായിട്ടും ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ നിക്ഷേപം 27% ഉയർന്ന് $40.6 ബില്യൺ എത്തി. ഏതായാലും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഘടനാപരമായ പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ കൂടി ആവശ്യമാണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തയുള്ളത് 2 സ്റ്റോക്കുകളെ സംബന്ധിച്ചാണ്. IRCTC, IRFC എന്നീ 2 കമ്പനികളെ സർക്കാർ നവരത്ന പദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി. IRCTCയുടെ വരുമാനം 4,270 കോടി രൂപയും 1,111 കോടി രൂപ ലാഭവുമാണ് കമ്പനിക്കുള്ളത്. 26,640 കോടി രൂപ വരുമാനവും 26,412 കോടി രൂപ ലാഭവും IRFC റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 കമ്പനികളും റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്തതായി മാനുഫാക്ചറിംഗ് PMI ഡാറ്റയാണ്. 14 മാസത്തെ താഴ്ന്ന നിലയിലാണ് മാനുഫാക്ചറിംഗ് PMI ഉള്ളത്. 57.7 എന്ന ജനുവരി മാസത്തെ റീഡിംഗിൽ നിന്ന് ഫെബ്രുവരി ആയപ്പോൾ അത് 56.3 ആയി 14 മാസത്തെ താഴ്ന്ന നിലയിലുമെത്തി. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം RBL ബാങ്ക്. RBL ബാങ്കിന്റെ മഹാരാഷ്ട്രയിലെ 3 RBL ബാങ്ക് ഓഫീസുകളിൽ GST അധികൃതർ പരിശോധന നടത്തി. അടുത്തത് സിയറ്റ് എന്ന കമ്പനിയാണ്. ശ്രീലങ്കൻ അനുബന്ധ സ്ഥാപനമായ സിയറ്റ് OHT ലങ്ക പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിക്കാൻ കമ്പനിക്ക് ഔദ്യോഗിക അനുമതി ലഭിച്ചിരിക്കുന്നു. അടുത്തത് എക്സ്ചേഞ്ചിങ് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി സ്വാമിനാഥനെ നിയമിച്ചതായി കമ്പനി ബോർഡ് അറിയിച്ചു. 3 വർഷമാണ് കാലാവധി. അടുത്തത് യൂക്കോ ബാങ്കാണ്. സൗരവ് കുമാർ ദത്ത ചീഫ് ടെക്നോളജി ഓഫീസർ സ്ഥാനത്ത് നിന്നും റിസൈൻ ചെയ്തിരിക്കുന്നു. അടുത്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്ന കമ്പനിയാണ്. 2008 ഒപ്പുവെച്ച കൊച്ചിയിലെ തൃക്കാക്കരയിലെ
ട്രാവൻകൂർ കെമിക്കൽ മാനുഫാക്ചറിംഗിലെ ഭൂവികസന കരാർ മാർച്ച് 3-ന് കമ്പനി റദ്ദാക്കി. ഈ റദ്ദാക്കൽ അതിൻ്റെ സാമ്പത്തികത്തെയും പ്രവർത്തനങ്ങളെയും ബാധിക്കില്ല എന്ന് കമ്പനി അറിയിച്ചു. അടുത്തത് ന്യൂ ജേഴ്സിയ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. 2025 മാർച്ചോടെ ആമസോൺ ഇന്ത്യ നവീകരിച്ച ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിർത്തിവെക്കും. ഇത് ന്യൂ ജേഴ്സിയുടെ ബിസിനസ്സിനെ ഹ്രസ്വകാലത്തേക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 400-ലധികം ഔട്ട്ലെറ്റുകളുള്ള ഒരു പ്രമുഖ ദക്ഷിണേന്ത്യൻ റീറ്റെയിലുമായി ന്യൂ ജേഴ്സിയയ്ക്ക് പങ്കാളിത്തമുണ്ട്. അടുത്തത് സെൻ ടെക്നോളജീസ് എന്ന കമ്പനി. T90 ടാങ്ക് സിമുലേറ്ററിനായി സെൻ ടെക്നോളജീസ് 3ാം പേറ്റന്റ് നേടി. ഇന്ന് എക്സ് ഡിവിഡന്റ് പ്രഖ്യാപിക്കുന്ന കമ്പനികൾ കോസ്റ്റൽ കോർപ്പറേഷൻ, മംഗളം ഗ്ലോബൽ എന്റർപ്രൈസ് തുടങ്ങിയവയാണ്. ഇനി നമ്മുടെ ഓപ്ഷൻ ബേസിക് കോഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് ഓപ്ഷൻസിൻ്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ നമ്മളിവിടെ ഒരു അവസരം ഒരുക്കുകയാണ്. ഓപ്ഷൻസിൽ ഒരുപാട് പേർ വലിയ നഷ്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അത് ഓപ്ഷൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയാണ്. മാർക്കറ്റ് വലിയ ഇടിവിലേക്ക് പോകുമ്പോൾ DIS അവരുടെ ബൈയിങ് കൂട്ടി കൊണ്ടുവരികയാണ്. ഇന്നലെ DIS ബൈ ചെയ്തത് 8,791 കോടി രൂപയ്ക്കായിരുന്നു. FISന്റെ സെല്ലിങ്ങിലും കുറവുണ്ടായിട്ടില്ല. 4,788 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരായി താരിഫ് ഇന്ന് മുതൽ നിലവിൽ വരുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിലാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 2% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.35% ഇടിവിലും കോസ്പി മാർക്കറ്റ് 0.25% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,114 എന്ന നിലയിൽ 144 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ 140 മുതൽ 150 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസിലേക്ക്. ഏപ്രിൽ OPEC എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതിനാൽ എണ്ണവില 1%-ലധികം ഇടിയുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $71.13 പെർ ബാരൽ എന്ന നിലയിൽ 0.49% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് $68.07 പെർ ബാരൽ എന്ന നിലയിൽ 0.44% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 22,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് തൊട്ടരികെ നിന്ന് റിവേഴ്സ് ചെയ്യുകയുണ്ടായി. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 22,119-ൽ 5 പോയിന്റ്സ് മാത്രം ഇടിഞ്ഞാണ്. കൂടാതെ ഇൻഡെക്സ് ഇപ്പോൾ ഒരു ഓവർസോൾഡ് സിറ്റുവേഷനിലാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. RSI ഇപ്പോൾ 20-ന് താഴെയായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ റിവേഴ്സലിനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. കഴിഞ്ഞ 2 ദിവസമായി 100 വീക്ക് EMAയിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി റിവേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡൗൺ സൈഡിലെ 100 വീക്ക് EMA എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 20 മന്ത് EMA ഉള്ളത് 22,350 ലെവലിലാണ്. അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലും അത് തന്നെയായിരിക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നിഫ്റ്റിയിൽ ഡെയിലി സ്കെയിലിൽ ഒരു ബുള്ളിഷ് കാൻഡിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഫോം ആയതും ഒരു ഡോജി കാൻഡിലായിരുന്നു, ബീറിഷ് ഡോജി കാൻഡിൽ തന്നെയായിരുന്നു. ഇനി ഒരുപക്ഷെ നിഫ്റ്റി 22,000-ന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 21,800 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000-ആണ്. അതിനുശേഷം 22,500 സ്ട്രൈക്കും അതിനുശേഷം 22,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000, അതിനുശേഷം 21,900 സ്ട്രൈക്കും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,400-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,100 സ്ട്രൈക്കിൽ 63% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 110% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 22,050 സ്ട്രൈക്കിൽ 119% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 191% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണ് പുട്ട് സൈഡുമായി കമ്പയർ ചെയ്യുമ്പോൾ. 22,150 സ്ട്രൈക്കിൽ 53% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 57% വർധനവും കാണാം. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ്. ഏതായാലും 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,114-ൽ 230 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്നലെ വീക്കായിരുന്നു. ബോളിഞ്ചർ ബാൻഡിന്റെ ലോവർ എൻഡിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ തിരിച്ചു കയറിയത്. അതായത് ഒരു ഓവർസോൾഡ് സിറ്റുവേഷനിലാണ് എന്ന സൂചനകൾ തന്നെയാണ് ഈ ഒരു കാര്യം നൽകുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 48,041-ആണ്.
ഡൗൺ സൈഡിലേക്ക് വന്നാൽ 47,204 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിൽ 48,952 അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും മുഡ് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000, അതിനുശേഷം 52,000 സ്ട്രൈക്ക്, അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 46,000, അതിനുശേഷം 45,000 സ്ട്രൈക്ക്, അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000. ഇന്ത്യ വിക്സിലേക്ക്. ഇന്ത്യ വിക്സ് വീണ്ടും ഇടിഞ്ഞു. 13.76-ൽ 1.06% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളിവിടെ ഇപ്പോൾ അനലൈസ് ചെയ്തിരിക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ എടുത്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റിൽ നിന്നാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഞങ്ങളൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. പുതിയ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.